Hi beautiful people. Shall I intro? പാലമ്പലത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വീക്കെൻഡാണ്. ഇന്ന് നമ്മൾ എവിടെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് കേസിന്റെ നാട്ടിലെ കേസിന്റെ സംഭവം അന്യ നാടാണ്. അപ്പോൾ നമ്മളെ അവിടെ ഒരു പ്രവാസി കൂട്ടായ്മ നടക്കുന്നുണ്ട്. കുറെ ഇവന്റ്സ് ഉണ്ട്, കുറെ ആൾക്കാരെ കാണാം, നല്ല ആൾക്കാരെ. നമ്മുടെ നാടല്ലല്ലോ, പിന്നെ നമ്മൾ പോകുന്നത്. കേസ് അവിടെ വോളണ്ടിയർ ആണ്. അപ്പൊ കേസ് ഫ്രീ പാസ് സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞു. സംഭവം പരിപാടി ഫ്രീ തന്നെയാണ്, പക്ഷേ അല്ല, അത് എസ്റ്റിമേറ്റഡ് ആൾക്കാരെ കൗണ്ട് കൂടി 3000 വേർഡ് എക്സ്പെക്റ്റഡ്, ബട്ട് 4500 ആയി. അപ്പോൾ അവിടെ കയറുമ്പോൾ പാസ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കേസ് നമ്മള് അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ ഇല്ലീഗലായി കയറ്റാൻ പോവുകയാണ്. സ്മഗ്ലിംഗ്. അപ്പോൾ എവിടെയായിരുന്നു പരിപാടി എന്ന് വെച്ചാൽ കേസ് വിളിക്കുന്നുണ്ട്. കറക്റ്റ്, ഇത് പ്ലാൻഡ് അല്ല കേട്ടാ. ഹലോ, നമ്മളിതാ എത്ര മിനിറ്റ് ആയത്? 5 മിനിറ്റ് നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. ഓക്കെ അല്ല, നമ്മളവിടെ വരുന്നില്ല, അറിയിച്ചിട്ടില്ല. അറിയോ അല്ല, അങ്ങനല്ല, പാലുംപായം ടീംസ് അവിടെ സ്റ്റേജിൽ അനൗൺസ്മെന്റ് ചെയ്യോ? ആ, നീ എന്താ പിന്നെ കളിക്കുന്നത്? നമ്മ വരുന്ന അറിയിക്കണ്ട നാട്ടുകാരല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു മാല കിട്ടോ? ബൊക്കയും മാലയോ? ബൊക്കയും മാലയും കിട്ടോ? മേഡം, ബൊക്കയും മാലയും പൂവും. ഓക്കെ, നമ്മളവിടെ കേറുമ്പോ പൂഞ്ചണ്ടും ഹാരമൊക്കെ എണീക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ വരുന്ന പരിപാടിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും അല്ലെ? പറഞ്ഞല്ലോ ഫ്ലെക്സ് ഒട്ടിക്കാന്ന്. ഞാൻ ഇങ്ങനെ ഷാഹിദിനോട് പറയുന്നുണ്ട്. ഞാനും ഷാഹിദ് മാത്രം നിൽക്കുന്ന ഇങ്ങനെ രണ്ട് ഷാഹിദ് ഇങ്ങനെ പോസ് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ അത് ഞാന് ഇങ്ങനെ. അതില് നീ ഫ്ലെക്സില് അല്ലി ഇങ്ങനെ അമ്പട്ടണം പോലെ ഇരിക്കുന്നത്. ബാക്കി വിഷ്വൽസ് അൽനാസറിലെ ഷെൻലാൻഡ് വെച്ച് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ സുഹൃത്തിനെ സ്മഗ്ലറിനെ വെയിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ അടക്കുന്ന ഇതാണ് ഹീറോ. ഇവരുടെ പാസ് എന്താണ് എൻ്റെ എക്സ്പെക്ടേഷൻ? എനിക്ക് എക്സ്പെക്ടേഷനാ കണ്ണൂർ. എന്താണ് നിന്റെ എക്സ്പെക്ടേഷൻ? എന്താണ് നിന്റെ എക്സ്പെക്ടേഷൻ? പരിപാടി ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയി. എന്ത് ലേറ്റ്? 7 മണിയാവില്ല അയക്കാം. 1 മണിക്കാണ് തുടങ്ങിയത്. അതുകൊണ്ട് രാത്രി വരെ ഇല്ലേ? നമ്മള് വ്ളോഗ് ചെയ്തോട്ടെ. ചായ വേട്ടെ? ചായ എത്ര റേറ്റ്? ചായ ഫ്രീ. ചായക്ക് എത്ര റേറ്റ്? ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഒരു ചായ അല്ലാണ്ട് എന്തതിന് ഇവരിപ്പോ അടി വാങ്ങിക്കോട്ടാ. എങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ഒരു പരിപാടി നടത്തുമ്പോ കുറച്ച് എമൗണ്ട് എല്ലാം എൻട്രി ആയിട്ടുണ്ടാവും. ഇവിടെ ലൈക് ബേസിക്കലി 0 dirhams ആണ് ആർക്കും വരെ. 5 പൈസ ഇട്ടില്ല പരിപാടിക്ക്. ഇവരാണ് ഉടായ്പ കേട്ടെ. ഈ പരിപാടിയിൽ എന്തെങ്കിലും ഷോർട്ടേജ് ആണെങ്കിൽ കലീൽക്കാനെ പോലെ കേസിന് പിടിക്കാം. നമ്മളിപ്പോ ഇനി ഉള്ളിൽ ഭയങ്കര ഒച്ചപ്പാടാണ്. അതുകൊണ്ട് ഉള്ളിലേക്കുള്ള വിശ്വാസം. ഇത് ഷാസ്, ഇത് നമ്മളെ ഒരു സുഹൃത്താണ്. ഇത് ഓർഗനൈസ് ചെയ്ത ആളെ മോനാണ് ഷാസ്. ഞാൻ കുറെ പ്രതീക്ഷിച്ചു, ഒന്നും ഇല്ല ഇവിടെ. ഇവനോടാ, ഇവന്റെ ഉപ്പയാണ് ഓർഗനൈസ് ചെയ്തത്. പപ്പക്കാരെ ഫുഡ് സീന. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫുഡിന്റെ എല്ലാവരും ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ
നമ്മുടെ സംഗീത വിരുന്നിലേക്ക് കിടക്കാം. സഹകരിക്കുക, സഹകരിക്കുക, സഹകരിക്കുക. ഫുഡെല്ലാം റെഡി ആയി. എന്താ അവസ്ഥ നമ്മളെ കണ്ണൂരാരെ ഫുഡ് പോരാന്ന് നീ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കി നോക്കാം. കോൺസേർട്ടും DJ പരിപാടിയുണ്ട്. ഞാൻ കൊറേ പ്രതീക്ഷയിലാന്ന് വന്ന് ചെറും കപ്പലണ്ടിയും അവിൽ മിൽക്കും നാടൻ മോരും ഒരു പിന്നില്ല. എനിക്ക് ഞാൻ കാണാത്തല്ല. ഒരു മംഗലത്തില് സാധാരണ മംഗലത്തിൽ 400 to 1000 ആൾക്കാർ വരെ ഉണ്ടോ? സാധാരണ പറയുന്ന ഇവിടെ 5000 ആൾക്കാരുണ്ട്. അതുകൊണ്ട് കപ്പലണ്ടി വരെ പൈസ തന്നെ പാട്ടും എല്ലാം കേട്ട് വൈബാക്കി വരുന്നതിനും ഫുഡ് കഴിക്കാൻ ഭയങ്കര തിരക്ക്. അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ തൊറ്റക്കെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ അറിഞ്ഞിട്ട് പുറത്തിറങ്ങി. കാരണം അവിടെ ഫുള്ള് തിരക്കും കുൽമാലും തന്നെ ഉണ്ടായത്. ഫുഡെല്ലാം 11 മണിയെല്ലാം അതിന് 9 മണിക്കാട്ടം തുടങ്ങിയതാണ്. ഭയങ്കര കുൽമാലായിട്ട് നമ്മൾ പുറത്തിറങ്ങി നല്ല നാടൻ കണ്ണൂർ KFC കഴിച്ച് എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൊണ്ടാക്കി. ഇപ്പൊ പരിപാടിയുടെ റിവ്യൂ എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിച്ച് കുറച്ച് നാടൻ ഇതെല്ലാം ഉണ്ടാവുന്നു. ഇനിയിപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് എത്തിയോണ്ടോന്നില്ല. കാരണം അവൻ പറഞ്ഞ 2 മണിക്കായി പരിപാടി തുടങ്ങിന്. നമ്മളെത്തുമ്പോൾ ഒരു 4-5 മണി തോന്നുന്നു. 4-5 മണി ആയിന്. ഇനിയിപ്പോൾ ഞാൻ കണ്ണൂരല്ലാത്തോണ്ടായിരിക്കും നമുക്ക് കാസർഗോഡിന്റെ ഒരു പരിപാടി വെക്കണം. ഞാൻ വിചാരിച്ചൊന്നും ഉണ്ടായിട്ടാ, ലൈക്ക് എക്സ്പെക്ട് ചെയ്തൊന്നും ഉണ്ടായിട്ടാ. ഇനിയിപ്പോൾ കണ്ണൂരുകാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവരവർക്ക് അവരവരുടെ ഒപ്പീനിയൻ. എനിവേസ് നമ്മളെ അടുത്ത വീഡിയോന് വെയിറ്റ് ചെയ്യുക. സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണെല്ലാം ടിങ് ടിങ് എല്ലാം ക്ലിക്ക് ചെയ്തോ. എനിവേസ് ഗുഡ് നൈറ്റ്.